മഹാഗഠബന്ധൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതേതര ഇന്ത്യയെ തന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. നിതീഷ് കുമാറിന്റെ വിജയമാണ് ബീഹാറിലെ ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. BJP-യുമായിട്ട് അത്ര സുഖകരമായ രീതിയിലല്ല ഈ തെരഞ്ഞെടുപ്പിനെ നിതീഷ് കുമാർ നേരിട്ടിട്ടുള്ളത്. നിതീഷ് കുമാറും നരേന്ദ്രമോദിയുമായിട്ട് കൃത്യമായൊരു അകൽച്ചയുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിതീഷ് കുമാർ എന്ന പേരിനപ്പുറത്തേക്ക് മറ്റൊരു പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP-ക്ക് ബീഹാറിൽ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ബീഹാറിൽ അധികാരം നഷ്ടപ്പെടുന്നു എന്നതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ഇനി നിതീഷ് കുമാർ പറയുന്നതേ നടക്കൂ. ജനങ്ങൾക്ക് വേണ്ടത് വോട്ട് ചോറി വിവാദങ്ങളല്ല. ജനങ്ങൾക്ക് വേണ്ടത് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ആര് ഇടപെടുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബീഹാർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്ന് അപ്പോയിന്റ്മെന്റ് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ. നമസ്കാരം. ബീഹാർ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ റിസൾട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. പക്ഷെ നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നിതീഷ് കുമാറിന്റെ പാർട്ടി, അതായത് NDA നയിക്കുന്ന പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ പോലും ഒരു നിതീഷ് കുമാറിന്റെ സ്വാധീനം കൊണ്ട് മാത്രമാണ് അവിടെയും സഭ നിൽക്കുന്നത്, കേന്ദ്രത്തിന്റെ സഭ പോലും. അപ്പം ഇനി ബീഹാറിലും കേന്ദ്രത്തിലും നിതീഷിന്റെ ഒരു തേരോട്ടാകും. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബീഹാറില് മഹാഗഠബന്ധൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതേതര ഇന്ത്യയെ തന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. കാരണം ഒരുപക്ഷെ ഒരുപാട് റീസണുകൾ മഹാഗഠബന്ധന് പറയാനുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ SIR ഉൾപ്പെടെ വോട്ട് ചോറി ഉൾപ്പെടെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഒരുപക്ഷെ ഉന്നയിച്ചേക്കാം. എങ്കിലും കോൺഗ്രസ് ചെയ്തിട്ടുള്ള ചില മഹാ അപരാധങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇലക്ഷൻ്റെ അനുബന്ധിച്ച് സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കാണിച്ചിട്ടുള്ള പോക്രിത്തരം, ആ പോക്രിത്തരത്തിന്റെ ഒരു ബാക്കി പത്രം കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴത്തെ ഈ ഒരു റിസൾട്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിന്റെ വിജയമാണ് ബീഹാറിലെ ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. BJP-യുമായിട്ട് അത്ര സുഖകരമായ രീതിയിലല്ല ഈ തെരഞ്ഞെടുപ്പിനെ നിതീഷ് കുമാർ നേരിട്ടിട്ടുള്ളത്. അതായത് പ്രകടന പത്രിക പുറത്തിറക്കുന്ന സമയത്തൊക്കെ വെറും 1 മിനിറ്റിന് താഴെ ഉള്ള സമയം കൊണ്ട് നിതീഷ് കുമാർ വേദി വിടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് സമയക്കുറവ് മൂലമാണ് എന്നൊക്കെ മറ്റു പല ആളുകളും BJP-കാരൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി പറയും. എങ്കിൽ തന്നെയും നിതീഷ് കുമാറും നരേന്ദ്രമോദിയുമായിട്ട് കൃത്യമായൊരു അകൽച്ചയുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെയാണ് വളരെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത്, ഇപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന സമയം രാവിലെ 10:30 ഈ 10:30 സമയത്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല നിതീഷ് കുമാർ എത്ര സീറ്റുകൾ നേടുമെന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു കക്ഷി നില അനുസരിച്ചിട്ട് നിതീഷ് കുമാർ 72, അതോടൊപ്പം തന്നെ BJP 72 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇനിയും ഒരുപക്ഷെ ആ സീറ്റ് കൂടിയേക്കാം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വരിക JDU ആണോ BJP ആണോ എന്നൊക്കെ പരിശോധിക്കേണ്ടി വരും. കഴിഞ്ഞ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്ന RJD ആയിരുന്നു. ആ RJD ആണ് ഇപ്പോൾ വളരെ ശുഷ്കമായ ഒരു സീറ്റിലേക്ക് വന്നേക്കുന്നത്. വെറും 59 സീറ്റിലേക്ക് കുറഞ്ഞിരിക്കുന്നത്. ഈ 10 മണി നേരത്തെ ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊരു ട്രെൻഡാണ്. ഈ ട്രെൻഡിന് ഇനി ഒരു മാറ്റം വരും എന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോഴും ഒരുപാട് സാധ്യതകൾ അപ്പുറത്തുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ ഏത് രീതിയിൽ തേജസ്വി യാദവ് അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് പ്രയോജനപ്പെടുത്തും എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് NDA-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നൊരു വ്യക്തത തരാനായിട്ട് BJP കേന്ദ്ര നേതൃത്വം തയ്യാറായിരുന്നില്ല. പക്ഷെ ഇനി ഒരൊറ്റ പേരിലേക്ക് ചുരുങ്ങുകയാണ്. അത് നിതീഷ് കുമാർ എന്നുള്ള പേരാണ്. നിതീഷ് കുമാർ എന്ന പേരിനപ്പുറത്തേക്ക് മറ്റൊരു പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP-ക്ക് ബീഹാറിൽ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതായത് പൂർണ്ണമായിട്ടും ബീഹാറിൽ നിതീഷ് കുമാറിന് കീഴടങ്ങേണ്ട ഒരു അവസ്ഥ BJP-ക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഒറീസയിലൊക്കെ സംഭവിച്ചത് എന്താണ്? ഒറീസയിൽ ബിജു പട്നായിക്കിന്റെ പാർട്ടിയൊക്കെ പൂർണ്ണമായിട്ടും BJP വിഴുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിതീഷ് കുമാർ, അതായത് ടൈഗർ അബീബി സിന്ധാഹെ എന്നുള്ളൊരു ബോർഡാണ് ഇന്ന് ജനതാദൾ യുണൈറ്റഡിന്റെ ഓഫീസിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ഇതോടെ അവസാനിച്ചു എന്ന് നമ്മളും പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെക്കാളൊക്കെ ഒരുപാട് മുമ്പേ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന് വിളിക്കുന്ന പ്രശാന്ത് കിഷോർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി ഇനിയാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ ഒക്കെ മറികടന്നുകൊണ്ട്, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ടാണ് നിതീഷ് കുമാർ വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, BJP-യുടെ പിന്തുണ കിട്ടിയാലും ഇല്ലെങ്കിലും BJP-യുടെ ഓഫീസിന് മുമ്പിൽ പോയിട്ട് ഈ കൈകൂപ്പിന് നിതീഷ് കുമാർ നിൽക്കാൻ വേണ്ടി പോകത്തില്ല. കാരണം എന്നെ മുഖ്യമന്ത്രി ആക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ ജനതാദൾ യുണൈറ്റഡിന്റെ പാർലമെന്ററി പാർട്ടി യോഗം കൂടുന്നു. ആ യോഗത്തിൽ വെച്ച് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്നു. നിതീഷ് കുമാർ ഒരു സത്യപ്രതിജ്ഞയുടെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ആ തീയതിയിൽ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വേണമെങ്കിൽ BJP-ക്ക് പിന്തുണയ്ക്കാം. കാര്യം NDA സഖ്യമൊക്കെ ആയിട്ടാണ്
അവിടെ മത്സരിച്ചിട്ടുള്ളത്. പക്ഷെ നിതീഷ് കുമാർ ഏതെങ്കിലും BJPയുടെ MLA-ക്ക് വേണ്ടിയിട്ട് ബീഹാറിൽ പ്രചരണത്തിന് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇതാണ് സത്യം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വെറും 72 ഈ നിലവിലത്തെ ഈ ഒരു സമയത്ത് 72 സീറ്റ് മാത്രമുള്ള ജനതാദൾ യുണൈറ്റഡ് അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടി എങ്ങനെ ഗവൺമെന്റ് രൂപീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് മഹാഗഠബന്ധന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന RJD തേജസ്വി യാദവിന്റെ പിന്തുണ ആർക്കായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 100 മീറ്റർ മാത്രമേ ഇവരുടെ വീടുകൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഈ RJDയുടെ പിന്തുണ JDUവിനായിരിക്കും. JDUവിന്റെ നേതൃത്വത്തിൽ RJDയുടെ പിന്തുണയോടുകൂടിയിട്ടായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് ശ്രീ നിതീഷ് കുമാർ അധികാരമേൽക്കുക. അതുകൊണ്ട് BJPക്ക് ഇവിടെ ഒരു ക്ലെയിമും ഇല്ല. എല്ലാ ക്ലെയിമുകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ബീഹാറിൽ അധികാരം നഷ്ടപ്പെടുന്നു എന്നതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ഇനി നിതീഷ് കുമാർ പറയുന്നതേ നടക്കൂ. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഏതെങ്കിലും തരത്തിൽ പിണങ്ങിപ്പിരിഞ്ഞാൽ കേന്ദ്ര സർക്കാർ താഴെ വീഴും, ബീഹാർ സർക്കാർ താഴെ വീഴും. അപ്പൊ കേന്ദ്രത്തിലും ബീഹാറിലും പൂർണ്ണമായിട്ടും നിതീഷ് കുമാറിന് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും ഇനി BJPക്ക് നടത്താൻ സാധിക്കുക. BJPയുടെ ധിക്കാരം അവസാനിക്കുന്നു ബീഹാറിൽ എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരും. അതിനൊക്കെ അപ്പുറത്തേക്ക് വേറെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. ഈ വോട്ട് ചോറിയുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള റോഡ് ഷോകൾ വെറും ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറി എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. നമ്മൾ എന്താ ഇതിന് മനസ്സിലാക്കേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടത് വോട്ട് ചോറി വിവാദങ്ങളല്ല. ജനങ്ങൾക്ക് വേണ്ടത് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ആര് ഇടപെടുന്നു എന്നുള്ളതാണ്. 1 രൂപ പോലും അക്കൗണ്ടിലില്ലാത്ത സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കും. ബീഹാറിൽ ഒരു 10,000 രൂപ എന്ന് പറഞ്ഞാൽ അതിന് വലിയ മൂല്യമുണ്ട്. മലയാളിയെ സംബന്ധിച്ച് 10,000 രൂപ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു വാല്യൂ ഉണ്ടാവത്തില്ല. പക്ഷെ ബീഹാറിൽ ഒരാളെ സംബന്ധിച്ചിട്ട്, അതായത് 100 രൂപയും 150 രൂപയും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് 10,000 രൂപ എത്തിച്ചേരുന്നത്. ആ 10,000 രൂപയുടെ മൂല്യം നിസ്സാരമല്ല, വളരെ വലുതാണ്. അതുകൊണ്ട് സ്ത്രീ ജനങ്ങളുടെ മുഴുവൻ വോട്ടും ആർക്ക് കിട്ടിയിട്ടുണ്ട്? JDUവിന് കിട്ടിയിട്ടുണ്ട്. ആ JDUവിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് JDUവിന് ഇത്രയും വലിയൊരു മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റായിരുന്നു ജനതാദൾ യുണൈറ്റഡിൽ ഉണ്ടായിരുന്നത്? അതിനേക്കാൾ എത്രയോ മികച്ച ഒരു പെർഫോമൻസ് ആണ് ഈ 2025 JDU കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോ ജനതാദൾ യുണൈറ്റഡ് നമ്മളെല്ലാവരും വിചാരിച്ചു ഈ ഇലക്ഷനോടുകൂടി ജനതാദൾ യുണൈറ്റഡ് ഇല്ലാണ്ടാകുമെന്ന്. പക്ഷേ ജനതാദൾ യുണൈറ്റഡ് കേന്ദ്രവും ബീഹാറും ഭരിക്കാൻ പോവുകയാണ്. ഇനി ജനതാദൾ യുണൈറ്റഡിന്റെ നേരെ, നിതീഷ് കുമാറിന്റെ നേരെ ഒരു വിരൽ ചൂണ്ടാൻ പോലും BJPക്ക് സാധിക്കത്തില്ല. ഒരു വിരൽ ചൂണ്ടാൻ പോലും BJPക്ക് സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. BJP കരുതിക്കൊണ്ടിരുന്നത് എന്താണ്? ഒരു 40 സീറ്റിന് മേളിൽ ജനതാദൾ യുണൈറ്റഡിന് ഇന്ത്യയിലെ ഒരു സർവേയും പ്രിഡിക്ട് ചെയ്തിട്ടില്ല. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം, ഇത്രയും വലിയൊരു സീറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് ജനതാദൾ യുണൈറ്റഡിന് സാധിച്ചിട്ടുണ്ടോ എങ്കിൽ അത് നിതീഷ് കുമാർ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റിന്റെ ആർജവമാണ്. കോൺഗ്രസിന് ഇല്ലാതെ പോയ ഒന്നാണത്. കോൺഗ്രസ് പപ്പു യാദവിന്റെയും കനയ്യകുമാറിന്റെയും വാക്കുകൾ കേട്ട് കോൺഗ്രസ് അവരുടെ അസ്തിത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ ബീഹാറില്? വെറും 13 സീറ്റാണ് ഈ സമയത്ത് അവർ ലീഡ് ചെയ്യുന്നത്. 61 സീറ്റിൽ അവർ മത്സരിച്ചു. 50 സീറ്റിൽ RJDയും കോൺഗ്രസുമായി സഖ്യത്തിൽ മത്സരിച്ചു, മഹാഗഠബന്ധന്റെ ഭാഗമായിട്ട് മത്സരിച്ചു. ബാക്കി 11 സീറ്റിൽ RJDക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്നേ കോൺഗ്രസ്. അപ്പോൾ ബീഹാറിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അടിത്തട്ടിൽ കോൺഗ്രസ് ഇല്ല. അവിടെ അടിത്തട്ടിൽ പാർട്ടിയുള്ളത് RJDക്കാണ്, ജനതാദൾ യുണൈറ്റഡിനാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമില്ലാതെ 11 സീറ്റിൽ സൗഹൃദ മത്സരം നടത്തി. ഈ 11 സീറ്റിൽ 10,000 വോട്ട് വെച്ച് ഇവരെ പിടിച്ചു എന്ന് കരുതുക. ആ 10,000 വോട്ടിനാണ് RJDയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനല്ലേ? ദേശീയ തലത്തിൽ മതേതര സർക്കാരിന് വേണ്ടി വാദിക്കുന്ന കോൺഗ്രസ് ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? 11 സീറ്റിൽ പോയി സൗഹൃദ മത്സരം നടത്തിയിരിക്കുന്നു. അത് RJD പ്രവർത്തകർക്കിടയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അകൽച്ച നിസ്സാരമല്ല. ജനതാദൾ യുണൈറ്റഡിന്റെ വോട്ട് കൃത്യമായിട്ട് BJPക്ക് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. BJPയുടെ വോട്ട് കൃത്യമായിട്ട് ജനതാദൾ യുണൈറ്റഡിന് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മറിച്ച് മഹാഗഠബന്ധന് അതല്ല സംഭവിച്ചിരിക്കുന്നത്. മഹാഗഠബന്ധനിൽ സംഭവിച്ചിരിക്കുന്നത് RJDയുടെ വോട്ടുകൾ RJDയുടെ പട്ടികയിൽ വീഴുകയും RJDയുടെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോവുകയും ചെയ്തു. പക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസുകാർ RJDക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഇതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. അതുപോലെയുള്ള ഒരു അകൽച്ച സൃഷ്ടിക്കാനായിട്ട് ബീഹാറിലെ സംസ്ഥാന കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ കഴിവുകേട് എന്ന് പറയുന്നത്. തേജസ്വിനി അവസാന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് പോലും. ഇന്ത്യയിലുള്ള നടന്നിട്ടുള്ള എല്ലാ സർവേകളിലും ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവ് ആരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തേജസ്വി യാദവ് തന്നെയാണ്.
ബീഹാറിലെ രാഷ്ട്രീയം ഇനി തേജസ്വി യാദവിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനൊരു സംശയവും വേണ്ട. അവിടെ കോൺഗ്രസ് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. തേജസ്വി യാദവ് തനിച്ച് 241 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ 100-ന് മുകളിൽ സീറ്റിലേക്ക് ആര് പോയനെ? തേജസ്വി യാദവ് പോയനെ. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ ദേശീയ തലത്തിൽ ഒരു മതേതര സർക്കാർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് RJD എന്നുള്ള രീതിയിൽ RJD രാഷ്ട്രീയ മര്യാദ കാണിച്ചു. പക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല. അവർ കനയ്യകുമാറിന്റെയും ഒരു അഭിനവ കമ്മ്യൂണിസ്റ്റിന്റെ വാക്ക് കേട്ട് എന്ന് തന്നെ വിളിക്കാൻ സാധിക്കത്തുള്ളൂ. വലിയ ഒരു ഡ്രാമാറ്റിക്കൽ പേഴ്സൺ ആണെന്ന് കനയ്യകുമാർ. JNUവിലൊക്കെ വലിയ വലിയ സമരങ്ങൾ നയിച്ചു, വലിയ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ അധികാരത്തിന് വേണ്ടിയിട്ട് CPI വിട്ട് കോൺഗ്രസിൽ ചേർന്നവരാണ് കനയ്യകുമാർ. ആ കനയ്യകുമാറിന് ബേസിക് പൊളിറ്റിക്സിനെ കുറിച്ച് എന്ത് മാങ്ങാത്തൂലി അറിയാം. എന്നിട്ട് അയാളുടെയൊക്കെ വാക്കുകൾ കേട്ട് കോൺഗ്രസ് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം മണ്ടത്തരമുണ്ടോ? പപ്പു യാദവ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഗുണ്ടയുടെ വാക്ക് കേട്ടിട്ടാണോ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി അതിനെ നയം രൂപീകരിക്കേണ്ടത്? ബീഹാർ സംസ്ഥാനത്ത് തന്നെ എത്രയോ നല്ല കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരുടെ അടുത്തുനിന്ന് വേണ്ട അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനായിട്ട്. മറിച്ച് ഇതുപോലെയുള്ള രാഷ്ട്രീയ എച്ചിലുകളുടെ അഭിപ്രായം തേടി കോൺഗ്രസ് പാർട്ടി ഇനിയും നിലപാടുകൾ സ്വീകരിച്ചാൽ ഇനി വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകാൻ പോകുന്നത് വലിയ വലിയ നഷ്ടങ്ങളായിരിക്കും എന്നോർക്കുന്നത് നല്ലതാണ്. ഇന്ത്യ മുന്നണിയുടെ പിളർപ്പിലേക്ക് വരാൻ പോകാൻ ചാൻസ്. ഇന്ത്യ മുന്നണിക്ക് എന്ത് പിളർപ്പ്? ഇന്ത്യ മുന്നണിയുടെ പിളർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും. ഒന്നുകിൽ BJPക്ക് പൂർണ്ണമായിട്ട് നിതീഷ് കുമാറിന് അടിമപ്പെട്ട് ബീഹാറിലും കേന്ദ്രത്തിലും അധികാരത്തിൽ മുമ്പോട്ട് പോകാം. മറിച്ച് BJP ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് മുമ്പിലുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബീഹാർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്ന് അപ്പോയിന്റ്മെന്റ് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ. അതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJP കരുതിയിരുന്നത് 40 സീറ്റിന് മുകളിൽ അല്ലെങ്കിൽ 30 സീറ്റിന് മുകളിൽ മാത്രമേ നിതീഷ് കുമാർ എത്തിപ്പെടുകയുള്ളൂ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ കാൽക്കുലേഷനൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ജനതാദൾ യുണൈറ്റഡിനെയാണ് കാണുന്നത്. ആ ജനതാദൾ യുണൈറ്റഡിനെ BJP ഇനി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നോക്കാം. ഒരുപക്ഷെ പിളർത്തും എന്നൊക്കെ പറഞ്ഞേക്കാം. അതിനൊക്കെയുള്ള സാധ്യത വളരെ വിദൂരമാണ്. കാരണം മോദിയേക്കാൾ പൊളിറ്റിക്സ് അറിയാവുന്ന ഒരു നേതാവ് തന്നെയാണ് നിതീഷ് കുമാർ എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ്, ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്.